അപ്പോഴേ ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ നോക്കിയാലോ. അപ്പം ഞാൻ ആദ്യം തന്നെ കുക്കറിൽ അരി അടുപ്പത്തിടുന്നുണ്ട്. മട്ട അരിയുടെ അരിയായിരുന്നു ഇട്ടത്. അപ്പോൾ കുക്കറിൽ വെച്ച് ചോറൊക്കെ വെന്തു. അതൊക്കെ വാർത്തതിന് ശേഷം ഞാനിതൊക്കെ പപ്പടം കറി വയ്ക്കാൻ എടുക്കുകയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ ഒരു കറിയാണ്. അച്ഛനങ്ങനെ എപ്പോഴും ഒന്നും കുക്കിങ്ങിന് കയറില്ലെങ്കിലും അമ്മയാണ് വീട്ടിലെ മെയിൻ ഷെഫ്. അപ്പോൾ അമ്മ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ അങ്ങനെ അച്ഛനൊരു മൂഡ് തോന്നി ഞങ്ങൾക്ക് കറിയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അച്ഛനുണ്ടാക്കുന്ന കറിക്കൊക്കെ ഒരു പ്രത്യേക രുചിയായിരുന്നു. അമ്മ നന്നായിട്ട് ഉണ്ടാക്കും, എന്നാലും അച്ഛൻ്റെ കറിക്ക് ഒരു പ്രത്യേക രുചിയായിരുന്നു. അച്ഛൻ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്, അമ്മ വേറെ രീതിയിൽ. അപ്പോൾ അച്ഛൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളിലൊന്നായിരുന്നു ഇത് പപ്പടം കറി. അപ്പോൾ അത് വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. അച്ഛൻ ഉണ്ടാക്കി തരുന്ന ടേസ്റ്റൊന്നും വന്നില്ലെങ്കിലും ഞാനതൊന്നും ഉണ്ടാക്കി. ഈ കറി വയ്ക്കുമ്പോഴെല്ലാം അച്ഛൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സങ്കടം ഉള്ളൊരു നിമിഷമായിരുന്നു അത്. എനിക്കെപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്കത് മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അച്ഛനിപ്പോൾ ഇല്ല, അപ്പോൾ അച്ഛൻ്റെ ഓർമ്മയിലാണ് ഞാനിതെല്ലാം ചെയ്തത്. അങ്ങനെ ഇന്ന് പപ്പടം കറി ഉണ്ടാക്കി. പിന്നെ പയർ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വയലറ്റ് കളറിലെ പയറായിരുന്നു. സാധാരണ പയറിനേലും കുറച്ചുകൂടി ടേസ്റ്റ് എനിക്കിന്നതിന് തോന്നിയായിരുന്നു. അങ്ങനെ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അതിന് ശേഷം പിന്നെ ഞാൻ മീൻ വറുക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിയതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ മീൻ വറുത്തു. അങ്ങനെ ചോറ് വിളമ്പിയതിന് ശേഷം പപ്പടക്കറി ഇട്ടു. പിന്നെ പയർ മെഴുക്കുവരട്ടി ഇട്ടു, മീൻ വറുത്ത് വെച്ചു, പിന്നെ മാങ്ങ അച്ചാറും ഇട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് എൻ്റെ ഊണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പപ്പടക്കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ശരി, പിന്നെ കാണാം. ബായ്.